യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അജുവേട്ടാ, ഞാൻ ശപഥം ചെയ്ത് കഴിഞ്ഞു. അജുവേട്ടനെ ചതിച്ചവരെ ഞാൻ കണ്ടുപിടിക്കും, ഉറപ്പാ. എനിക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. കുറച്ചു മുമ്പ് കിരൺ വന്നിരുന്നു. അവനും പറഞ്ഞു ഇതിനൊക്കെ പിറകിലെ ശക്തികളെ പുറത്തു കൊണ്ടുവരുമെന്ന്. SP സാറും അച്ഛനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ശ്രമങ്ങൾ വിജയിക്കോ ഇല്ലയോന്നൊന്നും അറിയില്ല. പക്ഷേ അജുവേട്ട, ഞാൻ ജയിക്കും. ഞാൻ അജുവേട്ടനെ പുറത്തു കൊണ്ടുവരും. ഞാനായിട്ട് ചെയ്ത കുറ്റങ്ങളല്ലേ അജുവേട്ടനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അപ്പോ ഞാനായിട്ട് തന്നെ അജുവേട്ടനെ പുറത്തിറക്കുകയും ചെയ്യും. താൻ വീണ്ടും അങ്ങനെ പറയില്ലേ പൂജ. നോക്ക്, താനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. തിരിച്ച് തന്നോട് ഞാൻ കാണിച്ചതിന്റെ ഫലമേ അനുഭവിക്കുന്നുള്ളൂ. അന്ന് രാധമോൾക്ക് രക്തം കൊടുക്കാൻ പോയതിന് വീട്ടിലെല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ തന്നെ അപമാനിച്ചു. സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. എന്തൊക്കെയാ ഞാനന്ന് വിളിച്ചു പറഞ്ഞേ. കിട്ടണം, എനിക്കതിനെ കിട്ടണം. അജുവേട്ടാ, എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഇങ്ങനൊന്നും പറയല്ലേ. എടോ, അത് സത്യമാണ് പൂജ. തനിക്കൊരു ശക്തിയുണ്ട്, എന്റെ താലിയുടെ ശക്തി. ആ താലിയുടെ ശക്തിയാണത്. ആ താലിക്ക് വേദനിച്ചാൽ വേദനിപ്പിക്കുന്നവർ അനുഭവിക്കും. ഞാനിപ്പോ അതാ അനുഭവിക്കുന്നത്. അജുവേട്ടൻ പറഞ്ഞത് സത്യ. ഈ താലിക്കൊരു ശക്തിയുണ്ട്. ഈ താലിയുടെ ശക്തി കൊണ്ട് ഞാൻ അജുവേട്ടനെ പുറത്തിറക്കും. നോക്ക്, ഇവിടെ ഈ അഴികൾക്ക് ഇപ്പുറത്ത് നിന്ന് ഞാൻ ശപഥം ചെയ്യാ. ഞാൻ എന്റെ അജുവേട്ടനെ പുറത്തിറക്കും. ഞാൻ പോലീസൊന്നുമല്ല, എന്റെ കൂടെ ആൾക്കാരും ഇല്ല, ആയുധമൊന്നും കയ്യിലുമില്ല. പക്ഷെ ഞാൻ അജുവേട്ടനെ പുറത്തിറക്കിയിരിക്കും. അതിനൊക്കെ ശക്തിയായി ഇത് മതി. അജുവേട്ടൻ എന്റെ കഴുത്തി കെട്ടിത്തന്നില്ലേ ഈ താലി, ഇത് മാത്രം മതി. സ്നേഹയെങ്കിലും പുറത്തുണ്ട്. അവരിങ്ങോട്ട് വന്നില്ല. നേരത്തെ അവരുടെ മുന്നിൽ ഞാൻ തകർന്നിരിക്കുകയായിരുന്നു. പക്ഷെ അജുവേട്ടന് താലിയെ കുറിച്ച് പറഞ്ഞില്ലേ. അറിയാതൊരു ബലം കിട്ടിയിരിക്കുന്നു. എന്റെ ഭയമൊക്കെ മാറി, കണ്ണീരും പോയി. മതി, താൻ കരയില്ലെന്ന് അറിഞ്ഞാൽ മതി, എനിക്ക് സമാധാനാവും. ഏതെങ്കിലും സമയത്ത് കരഞ്ഞു പോകേണ്ടി വന്നാലും ഞാൻ അജുവേട്ടന് തന്ന വാക്ക് ഓർമ്മിക്കും. എന്റെ കണ്ണീര് ഞാൻ നിയന്ത്രിക്കും. അമ്മയച്ഛമ്മയ്ക്ക് എന്ത് പറയുന്നു? അവരജുവേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. പക്ഷെ ഞാൻ തടഞ്ഞു. അജുവേട്ടനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മതി, സമയമായി. പൊക്കോ.
മാധുരി, എന്നും ഇങ്ങനെ തറയിൽ പായ വിരിച്ചു കിടന്നാൽ നടുവേദനിക്കും. നിനക്ക് ബാക്ക് പെയിൻ ഉള്ളല്ലേ? മാധുരി, നീ പറയുന്നത് കേക്ക്. വന്ന് കട്ടിൽ കിടക്ക്. എന്റെ മോൻ അവിടെ തറയിൽ ജയിലിൽ കിടക്കുമ്പോഴോ? എന്റെ മോൻ അവിടുത്തെ തറയിൽ ജയിലിൽ കിടക്കുമ്പോ ഞാനിവിടെ കട്ടിലിൽ മെത്തയിൽ കിടക്കണോ അല്ലേ? മാധുരി, ദേഷ്യവും സങ്കടമൊക്കെ അതൊന്നുമല്ല ഇപ്പൊ വേണ്ടത്. പിന്നെ എന്റെ മോൻ ജയിലിലായിരിക്കുമ്പോ ഞാൻ പൊട്ടിച്ചിരിക്കണോ അതോ ഡാൻസ് കളിക്കണോ? എന്റെ മോനവൻ, നമ്മുടെ രക്തവൻ. അവൻ ജയിലില്ല. എന്റെ ഹൃദയം പൊട്ടാറായി. അപ്പോഴല്ലേ ഒരു നടുവേദന. ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്ന്, നീ പറയുന്നത് വേറൊന്ന്. ഈ സമയത്ത് ബോൾഡായിട്ട് നിൽക്കണം. എനിക്ക് വിഷമമില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? ഞാൻ കരയില്ലെന്നാണോ നീ കരുതുന്നത്? എനിക്ക് തർക്കിക്കാൻ വയ്യ. വേറെ ആരൊക്കെ കരയുന്നു, ചിരിക്കുന്നു, ദുഃഖം ഉള്ളിൽ ഒതുക്കുന്നു, എനിക്കിതൊന്നും അറിയണ്ട. ശരി, അതും പറഞ്ഞ് നമ്മൾ തർക്കിക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ക്ഷമയോടെ കേൾക്കണം. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി, ബഹളം വെക്കരുത്. എന്താ? നന്ദനെ ഒന്ന് വിളിക്കാമോ? നിന്റെ അന്നത്തെ അവസ്ഥ നന്ദന് മനസ്സിലായിട്ടുണ്ടാവും. എന്തിനാണ് നീ ബഹളം വെച്ചതെന്ന് മനസ്സിലായി കാണും. പക്ഷേ നന്ദൻ ഇത്രയും പ്രതീക്ഷ കാണില്ല. മകളും സഹോദരിയും അളിയനും അമ്മയും ഒക്കെ നോക്കി നിൽക്കുമ്പോ ഇത്തിരി കൂടിപ്പോയി. അതെ, നിന്നെ കുറ്റപ്പെടുത്തല്ല. അർജുൻ ജയിലിൽ പോയതറിഞ്ഞ് ഞാനും കിടുങ്ങിപ്പോയി. പക്ഷേ മുമ്പ് നന്ദൻ നമുക്ക് വേണ്ടി ഒന്ന ആളല്ലേ? നിന്നോട് സ്വന്തം സഹോദരനെ പോലെയല്ലേ പെരുമാറിയിട്ടുള്ളൂ. വിളിച്ചൊരു സോറി വേണ്ട, വിളിച്ച് നല്ലൊരു വാക്ക് പറ. നന്ദന്റെ എല്ലാ വിഷമങ്ങളും മാറും. ഞാൻ വിളിക്കില്ല. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നന്ദേട്ടനാ. റാണി ഇവിടെ വന്നത്, പ്രിയ ഇവിടെ വന്നത്, അതൊക്കെ എങ്ങനെയാ? കമ്മീഷണറുമായിട്ടുള്ള അയാളുടെ വൈരാഗ്യം നമ്മളെയല്ലേ ബാധിച്ചത്? ഞാൻ വിളിക്കില്ല. എന്റെ സഹോദരിയുടെ ഭർത്താവാണ് നന്ദൻ. അതിന് എന്റെ മരുമകളുടെ അച്ഛനും കൂടെ അല്ലേ? നന്ദേട്ടനോട് ആ ഒരു ബന്ധം വെച്ചിട്ട് സോറി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ നിർബന്ധിക്കരുത്. നന്ദേട്ടനോട് ഞാൻ പറഞ്ഞതിൽ കുറച്ച് ദിവസം കഴിയുമ്പോ എനിക്ക് കുറ്റബോധം തോന്നൂല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ എന്തായാലും ഞാനത് ചെയ്യില്ല. എന്നോട് ക്ഷമിക്കണം. മാധുരി, ആലോചിക്കും തോറും എനിക്ക് ദേഷ്യം കേറും. കാര്യം എന്താ വെച്ചാ പറ. അല്ല, മോൻ ചെയ്ത തെറ്റിന് പഴി മുഴുവൻ നന്ദേട്ടന്. മാധുരി ചേച്ചിയുടെ വിഷമം നമുക്ക് ഊഹിക്കാം. എന്നും പറഞ്ഞ കുറ്റം മുഴുവൻ മറ്റുള്ളവരുടെ തലേ കെട്ടിവെക്കുന്ന എന്തിനാ? നന്ദേട്ടന് മുൻപൊരു അബദ്ധം പറ്റി, അതെല്ലാവർക്കും അറിയാം. ഒക്കെ അവസാനിപ്പിച്ചതുവാ. പക്ഷെ വീണ്ടും അതൊക്കെ തോണ്ടിപ്പറിച്ച് എടുക്കാന്ന് വെച്ചാ? അമ്മേ, ഞാൻ ഒരു കാര്യം പറയാം. നന്ദേട്ടനെ സഹോദരിയുടെ ഭർത്താവായിട്ടല്ല, മൂത്ത ഏട്ടനായിട്ടാ ഞാനും ആനന്ദേട്ടനും ഒക്കെ കാണുന്നത്. സ്വന്തം മോനായിട്ടല്ലേ അമ്മയും കാണുന്നത്. നന്ദേട്ടനെ കുറിച്ചിന് മോശം പറഞ്ഞ എന്റെ വിധം മാറും. നീ പറഞ്ഞങ്ങ് കാട് കേറാതെ മധു. മാധുരിയുടെ ദുഃഖം അവക്കേ അറിയാവൂ. വിഷമം വരുമ്പം നമ്മൾ പല രീതിയിലും ചിന്തിക്കും. എന്നാ പിന്നെ അർജുന്റെ തെറ്റുകൊണ്ടായിരിക്കും എല്ലാം സംഭവിച്ചത്. ആ രീതിയിലും കൂടെ ചിന്തിക്കണ്ടേ? അതുമാത്രം ആരും ചിന്തിക്കില്ല, ബാക്കി എല്ലാ രീതിയിലും ചിന്തിക്കും. അർജുനെ കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അർജുൻ തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മനുഷ്യരല്ലേ, തെറ്റൊക്കെ പറ്റാം. അർജുന് തെറ്റ് പറ്റില്ല. അവൻ ഒരിക്കലും ഒരു പെൺകുട്ടിയും ചതിക്കില്ല. ബെസ്റ്റ്.
ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. മാതിരി ചേച്ചിയും കൊള്ളാം, അമ്മയും കൊള്ളാം. മധു, ഈ വീട് ആകെ അലങ്കോലമായിട്ട് കിടക്കുക. അതിനിടയ്ക്ക് നീ ഇങ്ങനെ സംസാരിക്കരുത്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഈ വീടിന് വേണ്ടിയാ. അമ്മേ, അർജുന്റെ കല്യാണം മുതൽ പല കാര്യങ്ങളിലും അവനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അതമ്മ സമ്മതിക്കൂ? എനിക്കൊന്നും അറിയില്ല. എന്നാ അമ്മ അറിയണം. അർജുൻ എവിടെ പോയെന്നോ എന്ത് ചെയ്തെന്നോ അത് അർജുന് മാത്രമേ അറിയൂ. അവന്റെ പ്രവർത്തികളിലൊക്കെ ഒരു ദുരൂഹതയുണ്ട്.